Hi guys, welcome back to my channel Surumi Bros. Today video oru easy tips video aanu. നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാതെ കളർ എല്ലാം പോയി ഓൾഡ് ആയിട്ട് കിടക്കുന്ന പഴയ ബാഗുകൾ 10 മിനിറ്റ് കൊണ്ട് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്സും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക, എന്നിട്ട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലെ ഉള്ള കിടക്കാച്ചി വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിടുക. ഈ ബാഗ് ഒരുപാട് പഴക്കമുള്ളതാണ്. പഴയ കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചത് അപ്പോൾ നനച്ചുള്ളി ടൈമിൽ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ ഷിബെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. ബാഗ് ഏത് ഐറ്റംസ് ആയാലും ലെതർ ടൈപ്പ് അല്ലാത്തതെല്ലാം ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ പഴയ ചവിട്ടികളെല്ലാം നമ്മുടെ സിറ്റ് ഔട്ടിലെ കിച്ചണിലെല്ലാം ഇടുന്ന ചവിട്ടികൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നാണ്. ഇതിന് രണ്ടിനും ഒരേ ടിപ്സ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അഥവാ റിസൾട്ട് ഇല്ലെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. കഴിഞ്ഞ വീഡിയോസിനെല്ലാം കമൻസ് കുറവായിരുന്നു. നിങ്ങൾ വിളിച്ചിട്ട് റിസൾട്ട് പറയുന്നതിനേക്കാളും എനിക്ക് സന്തോഷം അത് വീഡിയോയിൽ കമൻസ് ആയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നതാണ്. അപ്പോഴാണ് മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കതൊരു വീണ്ടും ഷെയർ ചെയ്യാനുള്ള ഒരു ഇതാവുക. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞു വേറെ ഒരുപാട് ദൂരെ എത്തി. നമ്മളിതാ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാണ്. നമുക്ക് വേണ്ടത് ഒരു 3 ഷാമ്പൂ പാക്കറ്റ്, അതുപോലെ വാസ്ലൈൻ, ഒരു ഗോൾഗറ്റ് പാക്കറ്റ്, അത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഷാമ്പൂ ഏതായാലും മതി, 1+ ആയാലും ഏറ്റവും നല്ലത്. ഇത് 1+ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 ഷാമ്പൂ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ വീട്ടിലുള്ള വലിയ ഷാമ്പൂ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഈ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒന്ന് നമുക്ക് വാഷ് മെഷീനിലും ചെയ്യാവുന്നതാണ്, ചെറിയ ബാഗെല്ലാം ആണെങ്കിൽ. ഇനി വലിയ ബാഗെല്ലാം വാഷ് മെഷീനിലിട്ടിട്ട് അത് കേടാക്കിയിട്ട് എന്നോട് വന്നിട്ട് കംപ്ലൈൻറ്റ് പറയരുതേ. അപ്പോൾ വാഷ് മെഷീനിൽ നമുക്ക് ഒരു പാകത്തിന് ബാഗ് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. അതിന് ശേഷം ആ ഷാമ്പൂ അതിലേക്ക് ആഡ് ചെയ്യാം. ഷാമ്പൂ ഇവിടെ ഞാൻ 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആവുമെന്ന് തോന്നുന്ന രീതിയിൽ എടുക്കുക. ഇങ്ങനെ പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ 3 എടുക്കുക. വേണമെങ്കിൽ നമുക്കൊരിത്തിരി ഒരുപാട് ക്ലീൻ ആവാനുണ്ടെങ്കിൽ ഇത് അത്രയില്ല, അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. വേണമെങ്കിൽ ഒരിത്തിരി ഡിറ്റർജൻറ്റ് നമുക്ക് സോപ്പ് പൊടി നമുക്ക് ഒരിത്തിരി ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അത് തൽക്കാലം ഇട്ട് കൊടുക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1 ഗ്ലാസ് വിനിഗറിൻ്റെ ആവശ്യമുണ്ട്. ആ ഗോൾഗറ്റിൻ്റെ ആ ഒരു ടിന്ന് ഫുള്ള് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതാണ് പ്രധാനമായിട്ട് നമുക്കൊരു പുതുപുത്തൻ ലുക്ക് കൊടുക്കുന്നത്. ഇത് 10 രൂപയുടെ ഒരു ഗോൾഗറ്റാണ്. അപ്പോൾ അത് ഫുള്ള് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ റെഡിനേക്കാളും നല്ലത് ഈ വൈറ്റ് തന്നെയാണ്. 1 ഗ്ലാസ് 1.5 ഗ്ലാസ് ആ രീതിയിൽ വിനിഗറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വാസ്ലൈൻ ഒരു സ്പൂണ്, അതല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഒരു സ്പൂണ് 1/2 സ്പൂൺ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അത് വാസ്ലൈൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൻ്റെ ഷിബിൻ്റെ ഭാഗം മുറുകിയിട്ടുണ്ടെങ്കിൽ അത് ലൂസാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വെള്ളം ഒരുപാട് അങ്ങ് ആയി പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പലരും റിസൾട്ട് ചിലരെല്ലാം കുറവാന്ന് പറയുന്നവർ ആ കാര്യമാണ് ശ്രദ്ധിക്കാത്തത്. നമ്മുടെ സ്റ്റീൽ സ്റ്റാൻഡിൻ്റെ ആ വീഡിയോസ് ഒരുപാട് പേര് ഫീഡ്ബാക്ക് പറയിട്ടുണ്ട്. അവരോടെല്ലാം താങ്ക്സ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് ഹെൽപ്പായെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇത്രയും വാസ്ലൈൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മെഷീൻ ബാഗ് ഇട്ട് കൊടുക്കാതെ തന്നെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ മിക്സ് ആവും. അല്ലെങ്കിൽ വാസ്ലൈൻ എല്ലാം മിക്സായി കിട്ടാൻ കുറച്ച് പാടാണ്. അതങ്ങനെ കട്ടയായിട്ട് കിടക്കും. ഒരു 2-3 മിനിറ്റ് ഞാനത് ഓൺ ചെയ്തിട്ടിരുന്നു. ഇനി അതിന് ശേഷം ബാഗ് ഇതിലേക്ക് മുക്കി വെക്കുകയാണ് ചെയ്യുക. ഒരു 5 മണിക്കൂറും നമ്മൾ ഇതിൽ മുക്കി വെക്കണം ഈ ഒരു വെള്ളത്തിൽ. ഇത് വലിയ വെയിറ്റ് ഇല്ലാത്ത, അതുപോലെ വലിയ ഒരു വലിപ്പമില്ലാത്ത ബാഗ് ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ്
ഇങ്ങനെ വർക്ക് ചെയ്തിന് ഞാനൊരു 10 മിനിറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അതിനുശേഷം ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 5 മണിക്കൂർ ഈ ഒരു വെള്ളത്തിൽ ഞാൻ അവിടെ ഇട്ട് വെച്ചു. 5 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് അയയിലോ അല്ലെങ്കിൽ ഗേറ്റിലോ ഇതിലെങ്കിലൊക്കെ ഇട്ട് വെക്കാം. ഇനി മെഷീനിൽ കൊള്ളില്ല മറ്റേ ബാഗ്, അതുകൊണ്ട് ഞാനിത് സെയിം സൊല്യൂഷൻസ് എടുത്തിട്ട് ഞാനൊരു വലിയ ബക്കറ്റിൽ കലക്കി വെച്ചിരുന്നു. അതിലേക്ക് ബാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഇതുപോലെ 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുക. മെഷീനിൽ ഞാനൊരു 10 മിനിറ്റ് കറക്കിയിരുന്നു ഈ ബാഗ്. ഇത് പിന്നെ മെഷീനിൽ തിരിയാവുന്നതിൻ്റെ അത്രയും വെയിറ്റേ ഉള്ളൂ. വെയിറ്റിൽ കൂടുതലുള്ള ബാഗ് ഇട്ടിട്ട് മെഷീൻ കേടുവരുത്തിയിട്ട് എന്നോട് കംപ്ലൈൻറ്റ് പറയരുതെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇതാ നോക്ക്, ഇതിൽ നിന്നുള്ള ചെളി നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഈ 5 മണിക്കൂർ ഈ ഒരു വെള്ളത്തിലിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഷിബെല്ലാം ലൂസായിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട്. ബാഗ് നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട്. ഇതേ സൊല്യൂഷൻസ് തന്നെയാണ് നമ്മൾ ചവിട്ടിയിലെയും ചെയ്യുന്നത്. സിറ്റ് ഔട്ടിലും കിച്ചണിലെല്ലാം ഇടുന്ന മാറ്റുകൾ, അതാണ് ചവിട്ടി എന്ന് പറയുന്നത്. ഞങ്ങൾ മലപ്പുറം സ്ലാങ്ങാണ്, മനസ്സിലാവാത്തവർ അങ്ങനെ മനസ്സിലാക്കുക. അതിൽ നമ്മൾ ഇതേ സൊല്യൂഷൻസ് ഇതാ കണ്ടോ, ഇതിലും നന്നായിട്ട് ചെളി ഇളകി വന്നിട്ടുണ്ട് 5 മണിക്കൂറിൻ്റെ ശേഷം നോക്കിയപ്പോൾ. ഇനി അതൊരു 3-4 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റിയിട്ട് അഴയിലിട്ടാൽ മാത്രം മതി. മാറ്റിലാണെങ്കിലും നമ്മൾ ഒരു രാവിലെ അത് ബാത്റൂമിലോ അതല്ലെങ്കിൽ ഓപ്പൺ ടെറസിലോ അവിടെ എവിടെയെങ്കിലും വിരിച്ചിടുക. അതിനുശേഷം ഈ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുക. ഇതേപോലെ തന്നെ ഒരു 5 മണിക്കൂറോളം നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അത് പൊതിർത്തി വെക്കുക. ഇനി മാറ്റ് ഇതുപോലെ ബക്കറ്റിലും മെഷീനിലെല്ലാം ഇടാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് മുറ്റത്ത് വിരിച്ചിട്ടാൽ മതി. അതല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഉള്ളിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല റിസൾട്ട് ഉറപ്പാണ്. ഇതാ മെഷീനിലായതായാലും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഈ ബാഗ് ഒഴിവാക്കാൻ വിചാരിച്ച് ഈ ബാഗ് ഇനി ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ ട്യൂഷൻ ക്ലാസ്, സ്കൂൾ അതിലേക്കെല്ലാം യൂസ് ചെയ്യാം. ഇതാ പുതിയതുപോലെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇതൊരിക്കലും മെഷീനിൽ ഉണക്കാൻ ട്രൈ ചെയ്യരുതേ. നമുക്കിത് ഒന്ന് ഇതുപോലെ ഗേറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ അഴയിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഉണക്കാം. ഇതാ ബാഗ് ഉണങ്ങി നല്ല കുട്ടപ്പായി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്ന ടിപ്സാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്നുകൂടെ ഷെയർ ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. 13K ആവാനായിട്ടുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായാലും എന്ത് റിസൾട്ടായാലും നിങ്ങളത് അറിയിക്കണം. ഇതാ കുറച്ച് ടൈം നിലത്തിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ മാറ്റെല്ലാം നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ഇതേ സൊല്യൂഷൻ തന്നെയാണ് ഇതിലും ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ എവിടെയും ബാത്റൂമിലോ മുറ്റത്തോ ഇട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാൽ മാത്രം മതി. ഇതാ അപ്പോൾ റിസൾട്ട് കണ്ടോളൂ. അപ്പോൾ ഇനിയൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. താങ്ക് യു.